തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകി മോഷണം നടത്തിയയാളെ പിടികൂടി. ആക്കുളം സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധയുടെ സ്വർണ്ണമാലയും മോതിരവുമാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ പ്രതി കവർന്നത്. തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയെ കെട്ടിയിട്ട് വായിൽ തുണി തിരികിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ബേക്കറി ജീവനക്കാരനായ മധുവാണ് പിടിയിലായത്. ഉഷാകുമാരി എന്ന സ്ത്രീയുടെ 1.5 പവന്റെ മാലയും 1/2 പവന്റെ മോതിരവുമാണ് ഇയാൾ കവർന്നത്. ഉഷാകുമാരി വീട്ടിൽ തനിച്ചാണ് താമസം. ഹെൽമറ്റ് ധരിച്ചെത്തിയായിരുന്നു മോഷണം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയാണ് പ്രതി വീട്ടിലെത്തി ഉഷാകുമാരിയെ കെട്ടിയിട്ട് സ്വർണം കവർന്നത്. പുള്ളി വെള്ളം അടിക്കും, അല്ല വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു ഉച്ചയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് നിന്നപ്പോഴത്തേക്കാണ് പുള്ളി അപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ വന്ന് കട തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ പുള്ളി കാണാനില്ല. പിന്നെ ഒരു 3:30 മണിയായപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ പയ്യനും മൂളത്തെ നമ്മളെ ഓണർ അനിയനും കൂടെ വന്ന് പറയാണ്ട് ഇതുപോലെ ഒരു റോബറി നടന്ന് അവിടെ അപ്പുറത്തെ അമ്മച്ചി ഇതുപോലെ കെട്ടിയിട്ട് മാലയും കമ്മലും എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു ഒന്ന് പറയണത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മധുവിനെ കസ്റ്റഡിയിലെടുത്തത്. വീടിന് സമീപത്തു കൂടി മധു നടന്നു പോകുന്നത് ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് എഴുതി വാങ്ങിച്ചതാണ്. മോളെ കല്യാണത്തിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എഴുതി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അത് ഒഴിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാലും 10-30,000 അവന് പെൻഷൻ ഉണ്ട്. പിന്നെ ഒരു 10-16,000 രൂപയ്ക്ക് വീട് രണ്ടാം തല വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോളും മരുമോനും വെളിയിലാണ്. പിന്നെ മോനും മരുമോളും കൂടെ ഉണ്ട്, ജോലിയുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവനൊന്നുമല്ല, നല്ല എല്ലാം ഉള്ളത് തന്നെയാണ്. കഴിക്കാനും അതിനൊക്കെ ഉള്ളവൻ തന്നെയാണ്. പിന്നെ എന്ത് പറ്റിയെന്നുള്ള കാര്യം നമുക്കും അറിയില്ല. മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ പണം കണ്ടെത്തി. ഉഷാകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ ചാലയിൽ വിറ്റ പണമെന്ന് പ്രതി സമ്മതിച്ചു. ജനം, തിരുവനന്തപുരം.